അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി അയിലേണ് ട്ടോ. അപ്പോൾ വലുതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള അരപ്പ് എങ്ങനെ തയ്യാറാക്കണം നോക്കുക. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെരിഞ്ജീരകം മറക്കരുത് കേട്ടോ, അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ മിക്സിയുടെ അടിയിൽ അരപ്പ് പിടിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് കല്ലുപ്പും കുടംപുളിയും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തക്കാളി, പച്ചമുളക്, വലിയ തക്കാളി തന്നെ ഇട്ടിട്ടുള്ളത്, അതേപോലെ കുടംപുളി ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുടംപുളിയിൽ ഉപ്പുണ്ട്, അത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് തന്നെയാണ് അയിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വറ്റി വരുമ്പോൾ മൂടി വെച്ച് കൊടുക്കുക. കൂടുതൽ അയില വേവിക്കരുത്. 3 തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫാക്കിയിട്ട് മൂടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ റബ്ബർ പോലെ ആവും അയില കൂടുതൽ വേവിച്ചാൽ. അതേപോലെ തന്നെ വറവിടാൻ നമ്മൾ അയില പൊരിക്കാനുള്ള അരപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അയില അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അയില ഞാൻ മൂടി വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ അയിലക്കറിയിലേക്കുള്ള ഉലുവയും വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ, ഉണക്കമുളക്, വേപ്പില ഇട്ടിട്ട് തീ ഓഫാക്കിയതിൻ്റെ ശേഷം ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തെടുക്കുക. മൂടി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.